സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ തിങ്ങിക്കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗി എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ താഴേക്ക് കിടക്കയോടെ ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തമ്പുരാൻ്റെ സന്നിധിയിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു സാക്ഷ്യം. എൻ്റെ പേര് സാലി. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടിയാണ്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ കിഡ്നി രണ്ടും ഫെയിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ഡയാലിസിസ് വിധേയപ്പെട്ടുകൊണ്ടിരുന്നു. ഡിസ്ചാർജ് ആയാലും ആഴ്ചയിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി കണ്ണീരോട് പ്രാർത്ഥിച്ചു. ഡയാലിസിസ് കൂടാതെ ചേട്ടനെ ഡിസ്ചാർജ് ചെയ്തു വിടണമെന്ന്. സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങൾ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കിഡ്നി സംബന്ധമായി രോഗപീഠകൾ അനുഭവിക്കുന്ന 17 വ്യക്തികളെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ വിശ്വസിച്ചു അതിലൊരാൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവായിരിക്കുമെന്ന്. ഞാൻ വീട്ടിൽ വന്ന് അവരോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞു, ദൈവം സൗഖ്യം തന്നു കഴിഞ്ഞു, ഇനി ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞാൽ മതിയെന്ന്. ഇവിടുന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്ന വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് ഡോക്ടർ സന്ദർശനത്തിന് വന്നു. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നാളെ ചെയ്യാനിരുന്ന ഡയാലിസിസ് നാളെ ചെയ്യണ്ട, ഒന്നുകൂടി നോക്കട്ടെ. പിന്നത്തെ ആഴ്ചയിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു. ഞാനിവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് ചേട്ടനെ കണ്ടു. എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, നാളെ ഡിസ്ചാർജ് ആയിക്കൊള്ളാൻ. അവർക്ക് ഭയമായിരുന്നു. എന്താണ് ഡോക്ടർ ഇങ്ങനെ തിരുത്തി പറയുന്നത്? നേരത്തെ മറ്റൊന്ന് പറഞ്ഞതായിരുന്നല്ലോ, ഡയാലിസിസ് വേണ്ട, ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പൊക്കൊള്ളാൻ ഇപ്പോഴെന്താ പറയുന്നത്? ചേട്ടൻ്റെ മോള് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടറിനെ പോയി ഒന്നുകൂടെ കണ്ടു. എല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു, കിഡ്നി ഇപ്പോൾ നോർമലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഡയാലിസിസിൻ്റെ ആവശ്യമില്ല എന്നും. ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലൂടെ ഒരു തളർവാദ രോഗിയുടെ അനുഭവമാണ്. തളർന്നു കിടക്കുന്നവൻ, എഴുന്നേറ്റ് നിൽക്കാനോ സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ നിവൃത്തിയില്ലാത്തൊരുവൻ. തിരുവചനം നമ്മൾ വായിക്കുകയാണ്, ഇതാ ഈശോ വീട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോൾ. ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാന വിഷയം ഇതാണ്: ഈശോ വീട്ടിലുണ്ട്. ഈശോ നിന്റെ ഭവനത്തിലുണ്ട്. ഈശോ നിന്റെ ജീവിതത്തിലുണ്ട്. ഈശോ നിന്റെ ഹൃദയത്തിലുണ്ട്.
തിരുവചനം വായിക്കുകയാണ്, അവൻ വീട്ടിലുണ്ട് എന്നറിയും. ഈ തിരിച്ചറിവ് നിന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഭവം കടന്നു വരാനുള്ള ഒന്നാമത്തെ പടിയാണ്. നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ കണ്ണീരിൽ, നിന്റെ വേദനയിൽ തമ്പുരാനുണ്ട് എന്നുള്ള തിരിച്ചറിവ്. യേശു വീട്ടിലുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. സുവിശേഷകൻ ഓർമ്മിപ്പിക്കുക, വചനം പ്രഘോഷിക്കുന്ന കർത്താവ് എവിടെയുണ്ടോ അവൻ അവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം സംസാരിക്കുന്ന, നിരന്തരം ബലപ്പെടുത്തുന്ന ഒരു ചൈതന്യമാണ്. തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ തമ്പുരാൻ്റെ വചനം മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരിക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ സംഭവത്തിൽ ആ കുടുംബം നോക്കിക്കേ, ചേട്ടൻ ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിൽ കിഡ്നി സംബന്ധമായ മാരക രോഗത്തിന് ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആ കുടുംബം വന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തൽ നൽകുന്നു. ഇതാ 17 രോഗികൾക്ക് കിഡ്നി സംബന്ധ രോഗങ്ങൾ ഇപ്പോൾ സുഖപ്പെടുകയാണ്. അവിടെയായിരുന്ന ആ കുടുംബം അവർ വിശ്വസിച്ചു. അവർ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, ചേട്ടൻ സുഖപ്പെട്ടു എന്ന് ഇന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കളെ, അവരതിൽ വിശ്വസിക്കുന്നു. തുടർന്ന് പറയുകയാണ്, അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി ഡയാലിസിസ് ചെയ്യണ്ട. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതാ ഡോക്ടർ വീണ്ടും പരിശോധനയ്ക്ക് വന്നിട്ട് പറയുക, ഇപ്പോൾ ഡയാലിസിസിൻ്റെ ആവശ്യമില്ല, നാളെ ഡിസ്ചാർജ് ആയി പോയിക്കൊള്ളുക. അവരേറ്റെടുത്ത വിശ്വാസം, ആ കുടുംബം ഏറ്റെടുത്ത വിശ്വാസം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന വിശേഷം ഇതാണ്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നിന്റെ പ്രിയപ്പെട്ടവരുമായി നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. അവർ വന്നപ്പോൾ അവർക്ക് ഈശോയുടെ അടുക്കൽ വരാൻ പറ്റിയില്ല. വീടിൻ്റെ മേൽക്കൂര ഇളക്കി ഇതാ ഈശോയെ ഇറക്കുകയാണ്. ഒരു ഹീറോയിക് ഫെയ്ത്ത് കർത്താവ് ആവശ്യപ്പെടുക, ഒരു ധൈര്യമുള്ള വിശ്വാസം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുക. ആ തളർവാദ രോഗിക്ക് കർത്താവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ ഒരു ഹീറോയിക് ഫെയ്ത്ത്. അനേകം മക്കൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ എന്നോട് പറയിച്ച, രാവിലെ വെളുപ്പിന് 3 മണിക്കുണർന്ന് ഞങ്ങൾ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യര്, വർഷങ്ങളായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ട എന്ന് വെക്കുന്നവര്, വർഷങ്ങളായിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവര്, ഉപ്പുകല്ല് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നവര്. ഹീറോയിക് ഫെയ്ത്ത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. തളർന്ന് കിടക്കുന്നവൻ എഴുന്നേറ്റ് നടക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതി. തളർന്ന് കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ധീരതയുള്ള വിശ്വാസം. ഇതാ തളർവാദ രോഗിയെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ദൈവമക്കളെ, രോഗശാന്തി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു അനുഭവമല്ല, നിന്റെ ജീവിതത്തിൽ മുഴുവൻ നടക്കേണ്ട അനുഭവമാണ്. നിന്റെ ശരീരം സുഖപ്പെടുന്നതിന് മുമ്പ് നിന്റെ മനസ്സ് സുഖപ്പെടണം. നിന്റെ ശരീരം സുഖപ്പെടുന്നതിന് മുമ്പ് നിന്റെ ആത്മാവ് സുഖപ്പെടണം. നിന്റെ ആത്മാവ് സുഖപ്പെടുമ്പോഴാണ് നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്നൊരു തളർവാദ അനുഭവത്തിലാണ് നീ കഴിഞ്ഞു കൂടുന്നതെങ്കിൽ, ഇന്നൊരു തകർച്ചയുടെ അനുഭവത്തിലാണ് നീ കടന്നു കൂടുന്നതെങ്കിൽ, ഇന്ന് തമ്പുരാൻ കർത്താവ് ആദ്യം ഓർമ്മിപ്പിക്കുന്ന കാര്യം, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. തളർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടവരുള്ള എത്രയോ കുടുംബങ്ങൾ, രോഗികളായ മക്കൾക്ക് കാവൽ നിൽക്കുന്ന അനേകം അമ്മമാരുടെ കണ്ണീര് ഈ കൗൺസിലിങ്ങിന്റെ സമയത്ത് എൻ്റെ മുമ്പിൽ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന അനേകം മക്കള് എൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ദൈവവിശ്വാസമില്ലാത്ത കുഞ്ഞിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, തെറ്റായ ബന്ധത്തിലേക്ക് വീണുപോയ മകളുടെ തിരിച്ചുവരവിന് വേണ്ടി, നിരാശയിൽ കഴിയുന്ന വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മഹത്യാ പ്രവണതയിൽ നിരന്തരം ജീവിക്കുന്ന സഹോദരങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുമെന്ന്. നീ നിന്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് അവനെ കൊണ്ടുവരണമെന്ന്. ക്രിസ്തുവിന്റെ അത്ഭുതത്തിന്റെ വീടിന്റെ പേരാണ് ക്രിസ്തുവിന്റെ സഭ.
ക്രിസ്തുവിന്റെ അത്ഭുതത്തിന്റെ വീടിന്റെ പേരാണ് ക്രിസ്തുവിന്റെ സഭ. അവിടെ വചനം പ്രഘോഷിക്കപ്പെടണം, അവിടെ പാപങ്ങൾ മോചിക്കപ്പെടണം, അവിടെ രോഗികൾ സുഖപ്പെടണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ ഹൃദയമാണ് തമ്പുരാന്റെ വീട്. നിന്റെ ഹൃദയമാണ് കർത്താവിന്റെ വീട്. നിന്റെ ഹൃദയത്തിന്റെ മേൽക്കൂര നീ പൊളിക്കുന്ന സമയത്ത്, നിന്റെ ഇഷ്ടങ്ങളുടെ, താല്പര്യങ്ങളുടെ, നിന്റെ സുഖങ്ങളുടെ മേൽക്കൂര നീ പൊളിക്കുന്ന സമയത്ത്, നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇതാ ഇറക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ഇതാ ദൈവമക്കളെ, ഇന്ന് അവരെയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരികയാണ്. ആ 4 പേരുടെ വിശ്വാസം കണ്ട് തിരുവചനം പറയുന്നു, ആ 4 പേരുടെ വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിയെ തമ്പുരാൻ കർത്താവ് സുഖപ്പെടുത്തുക. ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന വിശ്വാസ കനല് കണ്ട് തമ്പുരാൻ കർത്താവ് ഇതാ നിന്റെ വീട്ടിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ ഇതാ കർത്താവ് ഇപ്പോൾ കാണുകയാ. തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ അവരെ എഴുന്നേൽപ്പിക്കുക. രോഗപീഠയുടെ അവസ്ഥയിൽ നിന്ന് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കുക. തിന്മയുടെ അവസ്ഥയിൽ നിന്ന് നിന്റെ മക്കൾക്ക് വിടുതൽ കിട്ടുക. തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ടവര് ഇതാ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. മേൽക്കൂര പൊളിച്ച് നിന്റെ പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ തിരുമുമ്പിലേക്ക് ധീരതയുള്ള ഹീറോയിക് ഫെയ്ത്തില് നീ ഒന്ന് സമർപ്പിച്ച് ഇതാ നിന്റെ കുടുംബം അത്ഭുതത്തിന്റെ വീടായി, അനുഗ്രഹത്തിന്റെ വീടായി, സൗഖ്യത്തിന്റെ വീടായി ഈ നിമിഷങ്ങളിൽ തീരുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. തളർവാദ രോഗം ബാധിച്ച അവനെ 4 പേർ ചേർന്ന് എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിഞ്ഞില്ല. അവർ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു. തളർവാദ രോഗിയെ കിടക്കയോടെ താഴേക്കിറക്കി തമ്പുരാന്റെ മുമ്പിലേക്ക്. അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, നിന്റെ വിശ്വാസത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് നീ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന തളർവാദ രോഗി, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം, നിന്റെ പ്രാർത്ഥന ഒരത്ഭുതമായി മാറുമെന്ന് നിനക്കും ഈ സാഹസികതയുടെ വിശ്വാസമുണ്ടെങ്കിൽ എങ്ങനെയും എൻ്റെ നാഥന്റെ അടുക്കൽ എനിക്ക് ഈ നിയോഗം സമർപ്പിക്കണം, ഈ വേദന സമർപ്പിക്കണം എന്നൊരു നിയോഗം നിനക്കുണ്ടെങ്കിൽ നീയും അറിയുക, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നൊരു അത്ഭുതം. എന്റെ നാഥൻ വന്നെത്തിയിടുമേ, കണ്ണീരെല്ലാം തുടച്ചിടുമേ, എന്നെ തന്റെ മാറിൽ ചേർത്തു നിർത്തുമേ.
എന്റെ രോഗക്കിടക്കയതിൽ എന്റെ നാഥൻ വന്നെത്തിയിടുമേ. കണ്ണീരെല്ലാം തുടച്ചിടുമേ. എന്നെ തന്റെ മാറിൽ ചേർത്തു നിർത്തുമേ. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ നാഥൻ വന്നെത്തിയിടുമേ. കണ്ണീരെല്ലാം തുടച്ചിടുമേ. എന്നെ തന്റെ മാറിൽ ചേർത്തു നിർത്തുമേ. എന്റെ രോഗക്കിടക്കയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവ്, തളർന്നു കിടക്കുന്ന എന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കർത്താവ്. ദൈവ പൈതലേ, നീ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയോഗമില്ലേ? നീ എന്നും ദൈവ സന്നിധിയിലേക്ക് വരുമ്പോ, തമ്പുരാന്റെ വചനം കേൾക്കുമ്പോ, ദിവ്യകാരുണ്യ നാഥനെ കാണുമ്പോ നീ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയില്ലേ? ഒരുപക്ഷെ നിന്റെ കുടുംബത്തിന്റെ നാഥനാവാം, മദ്യപാനിയായ ജീവിത പങ്കാളിയാവാം, രോഗിയായ നിന്റെ കുഞ്ഞാവാം, നിരാശയിൽ കഴിയുന്ന നിന്റെ സഹോദരനാവാം, നിന്റെ സഹോദരിയാവാം, ആത്മഹത്യ പ്രവണതയുള്ള ഒരു വ്യക്തിയാവാം, വീടിന് വെളിയിലേക്ക് കടക്കാത്ത മാനസിക രോഗപീഠയുള്ള ഒരു വ്യക്തിയായിരിക്കാം. ദൈവ പൈതല്, നിന്റെ വിശ്വാസം കണ്ട് നിന്റെ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. പുറത്ത് കയറി ഇതാ വീടിന്റെ മേൽക്കൂര പൊളിച്ച് തമ്പുരാന്റെ മുമ്പിലേക്ക് നിനക്ക് ഇറക്കുവാൻ കഴിയുമോ? നിന്റെ പ്രിയപ്പെട്ടവര്, ഇതാ കർത്താവ് ഇടപെടാൻ പോവുക. ഇതാ ചലിക്കാത്ത അവസ്ഥകള്, ഇതാ തളർന്നു കിടക്കുന്ന അവസ്ഥകള്, ബന്ധനത്തിന്റെ അവസ്ഥകള്, കടുത്ത നിരാശയുടെ അവസ്ഥകള്, കടുത്ത ദുഃഖത്തിന്റെ അവസ്ഥകള്, കടുത്ത തകർച്ചയുടെ അവസ്ഥകള്, നിന്റെ ദൈവം ഇടപെടുന്നു. യേശുവേ, യേശുവേ, യേശുവേ. മാരക രോഗങ്ങളുള്ളവരൊക്കെ സമർപ്പിക്കും. മക്കള്, നിങ്ങളുടെ കുടുംബങ്ങളിൽ കിടക്കുന്ന തീർത്ത് കടന്നു പോയിട്ടുള്ള വ്യക്തികള്, നാളുകളായിട്ട് തളർന്ന് കിടക്കുന്നവര്, ഇന്നൊരു അത്ഭുതം കാണുവാൻ നിന്റെ കണ്ണിനെ കർത്താവ് തുറക്കട്ടെ. നാളുകളായിട്ട് നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്ക് നിന്റെ ദൈവം ഇടപെടാൻ പോവുക. നിന്റെ കുഞ്ഞ് ഒരു അഭിഷേകമുള്ള കുഞ്ഞായി ഇതാ തീരാൻ പോവുക. ഇതാ നിന്റെ ജീവിത പങ്കാളി ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് ഉയർത്തപ്പെടാൻ പോവുക. ഇതാ നിന്റെ ശരീരത്തിലെ മാരക രോഗം കർത്താവ് സുഖപ്പെടുത്താൻ പോവുക. ഇതാ നിന്റെ കടക്കടി കർത്താവ് നീക്കാൻ പോവുക. ഇതാ നിന്റെ ജീവിതത്തിന്റെ തടസ്സം അവിടുന്ന് ഏറ്റെടുക്കാൻ പോവുക. യേശുവേ, 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 യേശുവേ. തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രവേശിക്കാം. തമ്പുരാന്റെ കൃപയൊഴുകുന്ന നിമിഷങ്ങളാണ്, തമ്പുരാന്റെ സൗഖ്യമൊഴുകുന്ന നിമിഷങ്ങളാണ്. ഇതാ കർത്താവിന്റെ വീട്ടില് നീ ആയിരിക്കുന്ന നിമിഷം, കർത്താവിന്റെ വചനം നീ കേൾക്കുന്ന നിമിഷം, ഇതാ കർത്താവ് നിന്റെ മനസ്സിനെ സുഖപ്പെടുത്തുകയാണ്. ഇതാ സുഖപ്പെട്ട നിന്റെ മനസ്സ് ഇരിക്കുന്ന ശരീരത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുകയാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനം പറയുന്നു, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പുതിയ കാര്യം ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിലേക്ക് ഇതാ തമ്പുരാൻ കർത്താവ് തരാൻ പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി മക്കളൊന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരൊക്കെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജന്മം തന്ന മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, നിന്റെ രക്തത്തന്നെയായ സഹോദരങ്ങളെ, നിന്റെ ചോരയായ നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് യേശുവേ, യേശുവേ, യേശുവേ. തളർന്നു പോയ അവസ്ഥകളില് കുടുംബങ്ങളിൽ കഴിയുന്നവര് ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാളുകളായിട്ട് അനങ്ങാനും തിരിയാനും പറ്റാതിരുന്ന മക്കളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ജന്മനാ രോഗപീഠകളുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. മാരകമായ രോഗത്തിന് അടിപ്പെട്ട വ്യക്തിയെ തമ്പുരാൻ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ക്യാൻസർ രോഗികൾ ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കരൾ സംബന്ധമായ രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കൾ ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദര സംബന്ധ രോഗങ്ങളുള്ളവർ ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേർവ് സംബന്ധമായ രോഗപീഠകള്, നേർവിൽ ബ്ലോക്കുകളുള്ള മക്കൾക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇരാ 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 ഇരാ
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 35-ലധികം ദമ്പതികൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ശരീരഭാഗങ്ങൾക്ക് തളർച്ച, സ്ട്രോക്ക് വന്ന അവസ്ഥകളിൽ കഴിയുന്നവര്, കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 22-ലധികം മക്കൾക്ക് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങള്, വാൽവിന്റെ രോഗപീഠകളുള്ള മക്കളെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങള്, സർജറികളൊക്കെ വേണ്ട കുഞ്ഞുങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവര് 34-ലധികം പേർക്ക് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, തലച്ചോറ് സംബന്ധമായ രോഗങ്ങള്, മൈഗ്രെയിൻ അസ്വസ്ഥതകള്, വിട്ടുമാറാത്ത തലവേദന, ഏതാനും പേർക്ക്, ഏതാണ്ട് 40-ലധികം പേർക്ക് ഇപ്പോൾ സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ സർജറിക്ക് വേണ്ടി പോകണം എന്ന് പറഞ്ഞിരിക്കുന്ന, സർജറികൾ നിശ്ചയിച്ചിരിക്കുന്ന ഏതാനും പേര്, 14ഓളം പേർക്ക് ഇപ്പോൾ സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കൈകൾ കൊട്ടി വലിയ വിശ്വാസത്തോടെ പുത്തൻ അഭിഷേകങ്ങൾ. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ നാഥൻ വന്നെത്തിയിടുമേ, നിന്റെ രോഗക്കിടക്കയിലെല്ലാം തുടച്ചിടുമേ, കണ്ണീരെല്ലാം ചേർത്തു നിർത്തുമേ. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ നാഥൻ വന്നെത്തിയിടുമേ, കണ്ണീരെല്ലാം തുടച്ചിടുമേ, എന്റെ തന്നെ മാറി ചേർത്തു നിർത്തുമേ. Hallelujah, 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 hallelujah. സ്വർഗം നമ്മളിലേക്ക് ഒഴുകുന്ന, കരുണ നമ്മളിലേക്ക് ഒഴുകുന്ന വിശുദ്ധ നിമിഷങ്ങൾ. തമ്പുരാന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കിപ്പോൾ ഒരുങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന.